الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോട് നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അതികഠിനമായ ചൂടാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ചൂടിന്റെ കെടുതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഈ ചൂടിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തൊരു ചൂടാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു ഇടങ്ങേറാണ് എന്നിങ്ങനെ ആവർത്തിച്ച് നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ആ ചൂടിനെ നമ്മൾ ശപിക്കുന്നു, അതിവെറുപ്പോടുകൂടെ നമ്മൾ പെരുമാറുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാവുന്ന കാര്യങ്ങളല്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ ചിന്തിപ്പിക്കുവാനും കൂടുതൽ ആലോചനയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുവാനും സഹായകമാകുമ്പോൾ മാത്രമേ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്നതാണ് വസ്തുത. ഒരാൾ മരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൂടിന്റെ കാഠിന്യം കൊണ്ടും ചൂടിന്റെ തീവ്രത കൊണ്ടും തന്നെയാണ് മരണപ്പെട്ടത് എന്നതാണ് ആ മരണത്തെക്കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട്. അതിലുപരി ചില ജില്ലകളിലെല്ലാം ഗവൺമെന്റ് താക്കീതുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും മുമ്പെന്നുമില്ലാത്ത അതിശക്തമായ ഒരു ചൂടിന്റെ സാഹചര്യമുണ്ട്. മാത്രമല്ല, പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അതിങ്ങനെ ഓരോ ദിവസവും ശതമാനക്കണക്കിന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ഒരു വർധനവ്, ആനുപാതികമായ വർധനവ് അല്പ ദിവസങ്ങൾ കൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള തണലോ അല്ലെങ്കിൽ എ സിയോ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ലല്ലോ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട്
ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൗരയൂഥത്തിലെ അനേകം ഗോളഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി എന്ന് പറയുമ്പോൾ സൂര്യനെ കുറിച്ച് നമുക്കറിയാം. തീർച്ചയായും ഈ ഗോളഗ്രഹങ്ങളെ പരിശോധിക്കുമ്പോൾ അതിൽ മനുഷ്യന് നിവാസയോഗ്യമായി ജീവന് നിലനിൽക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു ഗ്രഹമായി കൊണ്ടാണ് ഭൂമിയെ മനസ്സിലാക്കപ്പെടുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്, വൽ അർള വളഅഹ ലിൽ അനാം, മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നിശ്ചയിക്കപ്പെട്ടതാണ് ഈ ഭൂമി എന്ന്. ഒരു മനുഷ്യന് നിവാസയോഗ്യമായി അവന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാം ഒരുക്കി സജ്ജീകരിച്ചുകൊണ്ടാണ് അള്ളാഹു മനുഷ്യൻ ഇവിടെ സൃഷ്ടിപ്പ് നൽകിയിരിക്കുന്നത് എന്നതാണ്. അതെന്തൊരു അത്ഭുതകരമാണ്. ശരിക്ക് സൂര്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ലാ യൻകിസിഫാനി ലിമൗതി അഹദിൻ മിനൻ നാസ് വലകിന്നഹുമാ ആയതാനി മിൻ ആയാതില്ല. സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്, ഒരു അത്ഭുതമാണെന്നാണ്. സൂര്യൻ നിലകൊള്ളുന്ന ആ സ്ഥാനത്തുനിന്ന് കുറച്ചും കൂടി ഭൂമിന്റെ അടുക്കലേക്കായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും ഒരു ജീവന്റെ തുടിപ്പുണ്ടാകുമായിരുന്നില്ല. ഇനി സൂര്യൻ നിശ്ചയിക്കപ്പെട്ടതിനേക്കാളും കുറച്ചും കൂടെ അകലം ഭൂമിയിൽ നിന്ന് പാലിച്ചാലോ ഭൂമിയിൽ ഇരുട്ടായിരിക്കും, ഒരുപക്ഷെ അത് കഠിനമായ തണുപ്പായിരിക്കും, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത. അപ്പോ അതിവിശാലമായിട്ടുള്ള ഭൂമിയുടെ എത്രയോ ലക്ഷക്കണക്കിനിരട്ടി വലുപ്പം വരുന്ന സൂര്യന്റെ സ്ഥാന നിർണയത്തിൽ പോലും ഒരു അത്ഭുതമുണ്ട്. സൂര്യൻ ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുമ്പോൾ ആ സൂര്യന്റെ സ്ഥാന നിർണയത്തിൽ ഒരു അത്ഭുതമുണ്ട്. നോക്കൂ നിങ്ങൾ, അതിവ്യക്തമായ ശക്തമായ പ്രകാശം ഭൂമിയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ഭൂമി കരിഞ്ഞു പോകുന്നില്ല. അപ്പൊ ആ സൂര്യന്റെ പ്രകാശം നമുക്ക് ലഭിക്കുകയും എന്നാൽ സൂര്യതാപത്താൽ ജീവൻ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു പൊസിഷൻ, ഒരു സ്ഥാനം അള്ളാഹു സൂര്യന് നിർണയിച്ചു എന്ന് തന്നെ മനുഷ്യനോട് അള്ളാഹു ചെയ്തൊരു വലിയൊരു കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ശക്തമായ ചൂട് അളവിലധികം വർദ്ധിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. ഭൂമിയിൽ ഭൂരിഭാഗവും വെള്ളമാണ്, എന്നാൽ ആ വെള്ളം കരയിലേക്ക് കവിയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ജീവനിവിടെ നിലനിൽക്കും. എല്ലാത്തിനെയും അള്ളാഹു ഒരു സന്തുലിതാവസ്ഥയിൽ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ ഇത്ര സന്തോഷത്തോടുകൂടെയും അതേപോലെ തന്നെ സൗഭാഗ്യത്തോടുകൂടെയും അനുഗ്രഹത്തോടുകൂടെയും ഇവിടെ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ചൂട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മഹത്തായ കഴിവും അനുഗ്രഹത്തെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനും അവനോട് നന്ദി പറയുവാനും നമ്മുടെ മനസ്സിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയാനുമൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ ചൂട് കൊണ്ട് കരയുമ്പോൾ, അസ്വസ്ഥമാകുമ്പോൾ, അള്ളാഹുവേ എത്ര വലിയൊരു അനുഗ്രഹത്തിലും സൗകര്യത്തിലുമാണ് ഈ ഭൂമിയെ നീ സംവിധാനിച്ചത് എന്നും അതിലെന്തെങ്കിലും ചെറിയൊരു അപാകത വന്നാൽ ഞങ്ങൾ നിസ്സഹായരാണ് പടച്ചോനെ എന്ന് സുബ്ഹാനല്ലാഹ് എന്ന് ഉള്ളിൽ തട്ടി പറയാൻ ഈ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മളെ പ്രേരിപ്പിക്കണം. ഇഷ്തക്കത്തിൻ നാറു ഇലാ റബ്ബിക ഫഖാലത്ത്, നരകം അള്ളാഹുവോട് ആവലാതിപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നരകം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. യാ റബ്ബി അക്കല ബഅദി ബഅദൻ, എന്നിൽ നിന്നുള്ള ചില ഭാഗങ്ങളെ തിന്നുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഅദിനലഹാ ബിനഫ്സൈനി, അതിശക്തമായ ചൂടിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഒന്ന് ഉച്ഛസിക്കാൻ, ചൂടിനെ പുറത്തുവിടാൻ അള്ളാഹു അനുവാദം കൊടുത്ത് നഫസും ഫിശ്ശിതാ വനഫസും ഫിസ്സൈഫ്. ഉഷ്ണകാലത്തുമുണ്ട് ആ ചൂട്, ശൈത്യകാലത്തുമുണ്ട് ആ ചൂട്. വഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർ വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരി എന്നാണ്. അതായത് ഏറ്റവും കഠിനമായ ചൂടാണ് ആ സന്ദർഭത്തിൽ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിഭയാനകമായ ചൂടാണ്, നരകത്തിന്റെ ആവി, ഫൈഹു ജഹന്നം എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എത്രമാത്രം ഭയാനകമായിരിക്കും നരകം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ട ചില കാര്യങ്ങൾ, നരകത്തെക്കുറിച്ച് കേട്ട ചില കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഇപ്പൊ നമുക്ക് നല്ല മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലി നാരി അദാബൻ മൻ ലഹു നഅലാനി വശിറാഖാനി മിനൻ നാർ. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ, നരകത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 വാറുകളുള്ള ചെരുപ്പുകൾ അണിയിക്കപ്പെടുന്നതാണ്. മിന്നാരിൻ, നരകത്തിന്റെ തീ കൊണ്ടുള്ള ചെരുപ്പ്. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജൽ, ആ കാലുമുള്ള ചെരുപ്പിന്റെ ചൂട് കൊണ്ട് അവന്റെ തലച്ചോറുകൾ എന്ത് ചെയ്യും, ചട്ടിയിൽ വേവുന്നൊരു വസ്തു തിളക്കുന്ന പോലെ
അതെന്ത് ചെയ്യും? തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ വ ഇന്നഹു ലഅഹ്വനുഹും അദാബൻ. ഇതിനേക്കാളും വലിയൊരു ശിക്ഷ കിട്ടിയ എന്തേക്കാര അവസ്ഥ? ഏറ്റവും നിസ്സാരമായ ശിക്ഷ അത്ര ഭയാനകമാണെന്നാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ നമ്മൾ ഇത്രമാത്രം പ്രയാസപ്പെടുന്നുവെങ്കിൽ തീ കത്തുന്ന ഒരു നരകം എന്തു ഭയാനകമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ തീയിനെ അതിജീവിക്കുവാനും ഈ ചൂടിനെ അതിജീവിക്കുവാനുമുള്ള അതിജീവനത്തിന്റെ വഴികൾ ആലോചിക്കുമ്പോൾ നരകത്തെ അതിജീവിക്കുവാനുള്ള വഴികളെക്കുറിച്ചും നമ്മുടെ മനസ്സിലൊരു ചിന്ത വരണം. നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റാത്ത ഒന്നാണ് ആ നരകം. യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ശുക്രൻ എന്ന് പറയുന്ന സൂര്യനിൽ നിന്ന് വളരെ അകലത്തിലുള്ളൊരു ഗോളമാണ്. പക്ഷേ അതിന്റെ അവസ്ഥ പറയുന്ന പറഞ്ഞാൽ അങ്ങനെ ലാവകൾ ഇങ്ങനെ കത്തി ഉരുകിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ഒരു വീഡിയോയിലൊക്കെ അതിന്റെ ഒരു ചിത്രത്തെ നമ്മൾ ഭാവനയിലെങ്ങാനും കണ്ടാൽ അത്ര ഭയാനകമാണ്. അപ്പോൾ അതിവിശാലമായ ഒരു നരകം എന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊരു ചെറുതായിട്ടൊന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ സത്യത്തിൽ ഈ രാത്രി ഉറങ്ങാൻ പറ്റാതെ പകല് പുറത്തിറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഒന്ന് വെയിൽ കൊണ്ടാൽ ദേഹത്ത് തൊലി പൊള്ളി വരുന്ന കരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം മുന്നിൽ കാണുമ്പോൾ ഒരു നരകത്തെ മനസ്സിൽ യാഥാർത്ഥ്യത്തോടെ കാണാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അത് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നമ്മുടെ ദേഹേച്ഛകളിൽപ്പെട്ട് നിസ്സാര സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കാൻ യഥാർത്ഥത്തിൽ നമ്മളെ പ്രേരിപ്പിക്കണം. ഏറ്റവും മിനിമം ഒരു സ്വതക്ക കൊടുക്കാനുള്ള പ്രേരണയെങ്കിലും ഈ ചൂട് നമുക്ക് നൽകേണ്ടതാണ്. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കട്ടല്ലോ, ഏറ്റവും വലിയ ദാനം എന്താണ്? ഏറ്റവും വലിയ ദാനായി നബി പരിചയപ്പെടുത്തിയ സഖിയുൽ മാ ആണ്. എന്റെ വാപ്പിയമ്മയൊക്കെ മരിച്ചു പോയതാണ്, അവർക്ക് ഉപകാരം കിട്ടുന്ന എന്ത് സദക്കയാണ് ഞാൻ കൊടുക്കേണ്ടതാണ്. അപ്പൊ കൊടുക്കാൻ പറ്റിയ സദക്കയിൽ ഏറ്റവും നല്ലത് നബിനോട് ചോദിക്കണം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്നതാണ്. വെള്ളം കൊടുക്കുന്ന പറഞ്ഞു, വെള്ളം കൊടുക്കുക അത്രയാണ്. ഒരു ചിരട്ടയിൽ വെള്ളം വെച്ചാൽ പോലും ജീവികൾ എത്ര ആവേശത്തോടു കൂടിയാണ് വന്ന് കുടിക്കുന്നത്. നടന്നു പോകുന്ന ഒരുത്തൻ വേർക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പോയിക്കോളും. നമ്മുടെ മുറ്റത്ത് കച്ചവടമായി എന്തെങ്കിലുമൊക്കെ വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന പുണ്യം ചെറുതല്ല. പക്ഷെ അവസരങ്ങളെയൊക്കെ പലപ്പോഴും നമ്മളങ്ങനെ കാണാറുണ്ടോ എന്നറിയില്ല. നമ്മുടെ കുപ്പിയിൽ ബാക്കി വെച്ച് വലിച്ചെറിയുന്ന വെള്ളം നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് നമ്മളൊരു മുറുക്ക് കുടിക്കുമ്പോൾ നീയും കുടിച്ചോ എന്ന് പറയാൻ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ്. ആ വെള്ളം ഒരു വലിയ ദാനമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒന്നാണ്. ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അതിന് ആളുകൾ വെള്ളം കുടിക്കുന്നിടത്തോളം കാലം വെള്ളമുള്ളൊരു കിണർ ആരെങ്കിലും തൂർത്ത് കളയോ? ഇല്ല, അത് കുടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മരിച്ച് യുഗാന്തരങ്ങൾ അവസാനിച്ചാലും എന്ത് ചെയ്യും? ആ വെള്ളം ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണെന്ന്. അപ്പോ ആ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമുക്ക് എന്ത് ചെയ്യണം? പ്രേരണ വേണമെന്ന്. ഈ മുനാഫിക്കീങ്ങൾ ഉണ്ടല്ലോ, കപടവിശ്വാസികൾ, അവിടെ യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കഠിനമായ ചൂടിൽ ഞങ്ങൾ പുറത്തിറങ്ങൂല എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് അള്ളാഹു തൗബ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ ചൂടിനെ കുറിച്ചൊരു പരാമർശം, പരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരായിക്കൊണ്ട് പിന്തി നിന്ന യുദ്ധത്തിന് പോകാതിരുന്ന ആളുകള് അവര് ആ ഇരുത്തത്തിൽ അവർ സന്തോഷിച്ചു. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, മടിയന്മാരായി വീട്ടിലിരിക്കുന്നതിൽ അവർ സന്തോഷിച്ചു. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സ്വത്തുകൊണ്ടും ശരീരം കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തു. വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ, എന്നിട്ട് അവർ മറ്റുള്ളവരോട് പറഞ്ഞു ഈ ചൂടത്ത് പുറപ്പെടരുത് കേട്ടോ, ഈ ചൂടത്തെങ്ങാനും യുദ്ധത്തിന് പോയാൽ മരിച്ചു പോകും, ദാഹം കൊണ്ട് മരിച്ചു പോകും, വെയിൽ കൊണ്ട് മരിച്ചു പോകും എന്ന് അവര് യുദ്ധത്തിന് പോകുന്നവരെ പിന്തിരിപ്പിച്ചു. അപ്പൊ റസൂലിനോട് അല്ല പറയാണ്, ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറ ലൗ കാനൂ യഫ്ഖഹൂൻ, നരകത്തിന്റെ ചൂട് ഈ ചൂടിനേക്കാളും വലുതാണ്. ചൂടിനെ, വെയിലിനെ ചൂണ്ടിക്കാണിച്ച് അല്ല പറയണ്ട, ഇതിനേക്കാളും ചൂടുണ്ട് നരകത്തിന്. അല്ലേനെ പറയണത്, അള്ളാഹു പറയാൻ വേണ്ടി പറയാണ്. ഇതവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലൗകാനു യഫ്ഖഹൂൻ, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നെങ്കിൽ, ഗ്രഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടിന്റെ കാഠിന്യത്തിലും തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതിരുന്നിട്ട് അവർ യാത്രയെക്കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട്. അപ്പൊ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർ ചൂട് സഹിക്കാഞ്ഞിട്ട് കൈയൊക്കെ തലയിൽ വെച്ച് വെയിലത്തുനിന്ന് തല മറച്ചിട്ടാണ് പോകുന്നത് കൈ കൊണ്ട്.
അത്ര കഠിനമായ ചൂടുണ്ടായിരുന്ന സമയത്താണ് ചൂടിന്റെ കാഠിന്യം കൊണ്ട് തലയിൽ അവരും കൈവച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ വമാഫിൽ ഖൗമി അഹദുൻ സ്വായിമുൻ ഇല്ല. പക്ഷെ അപ്പോഴും റസൂൽ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടിനെ നോമ്പ് നോൽക്കണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ യാത്രയിൽ നോമ്പ് നോൽക്കണം എന്നല്ല. അത്തരമൊരു ചൂടിന്റെ കാഠിന്യത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ നോമ്പ് നോൽക്കാൻ വിചാരിച്ചാൽ നോൽക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ അള്ളാഹുവോട് ചെയ്യുന്ന കടമകളെ വീഴ്ച വരുത്താൻ നോമ്പൊരു തടസ്സമായിരുന്നില്ല എന്ന് സ്വഹാബത്ത് നേരിട്ട അനുഭവങ്ങളായി പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ ഈ ഭയാനകത നമ്മുടെ അനുഭവത്തിൽ വരുത്തുന്നതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും തന്നെയാണ് പിന്നെ പരലോകം എന്ന് പറഞ്ഞാൽ തുദ്ന അശ്ശംസു യൗമൽ ഖിയാമത്തി മിൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. ഒരു മൈൽ ദൂരത്ത് വന്ന് എന്ത് ചെയ്യും? പിന്നെ സൂര്യൻ നിൽക്കുന്നതാണ്. എത്രയോ ദൂരെ നിൽക്കുന്ന ഘാതങ്ങൾക്ക് അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂടിനെ കുറിച്ചാണ് നമ്മൾ വിഷമിക്കുന്നത്. സൂര്യൻ ഇറങ്ങി വന്ന് മനുഷ്യൻ നിൽക്കുന്ന മഹ്ശറയിലേക്ക് ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ യകൂനു നാസു അലാ ഖദ്രി അഅ്മാലിഹിം ഫിൽ അറഖ്. അപ്പൊ ഓരോരുത്തരും വിയർത്തൊലിക്കും. ആ വിയർപ്പിന്റെ അളവ് അമലനുസരിച്ചിട്ടാണ്, കർമ്മം അനുസരിച്ചിട്ടാണ് അതിന്റെ കണക്കുണ്ടായിരിക്കുക എന്നാണ്. പലപ്പോഴും നിർബന്ധങ്ങൾ മാത്രം നിർവഹിച്ച് അത്ര മതി എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഓടിപ്പോകുന്ന ആളുകൾ, നിസ്കരിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ടാണ്. 5 വക്തിൽ 1 വക്ത് പോലും പള്ളിയിൽ കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ കർമ്മങ്ങളാണ് നാളെ പരലോകത്തെ പിന്നെ കഠിനമായ ചൂടിൽ നമുക്ക് ആശ്വാസം ഉണ്ടാവും. മിൻകും യകൂനില കഅബൈഹി. അപ്പൊ കർമ്മങ്ങൾ അനുസരിച്ചിട്ടുള്ള പിന്നെ വേർപ്പാകുന്നതുകൊണ്ട് ചില ആളുകളുടെ നെരിയാണി വരെ ഉണ്ടായിരിക്കും, ചില ആളുകളുടെ മടമ്പ് വരെ പിന്നെ മുട്ടുവരെ ഉണ്ടായിരിക്കും, ചില ആളുകളുടെ അര വരെ ഉണ്ടായിരിക്കുന്നതാണ്. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമൻ. എന്നാൽ വിയർപ്പിൽ സമ്പൂർണമായി മൂടിക്കിടക്കുന്നവരും അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. വിയർപ്പിൽ സമ്പൂർണമായി മൂടിക്കിടക്കുന്നവരും അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ ആ വിയർപ്പിനെ കുറിച്ചും നബി ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ നമ്മൾ വിയർത്തൊലിച്ച് ചൂടിൽ നിൽക്കാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കണ്ണടക്കും മുമ്പും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും മുമ്പും നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ടെന്നാണ്. ആ ഒരു നരകത്തിന്റെ ഭയാനകതകൾ അനുഭവിക്കുന്ന ആളുകളുടെ ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നരകക്കാര് ചൂട് അനുഭവിച്ചിട്ട് അവർ വിളിച്ചു പറയുന്നതാണ്. സ്വർഗക്കാരോട് വിളിച്ചു പറയുന്ന വാക്ക് എന്താണ്? അൻ അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖഹുമുല്ലാഹ്. ഒരു തുള്ളി വെള്ളം സ്വർഗത്തിലെ കുടിനീരുകളിൽ നിന്ന് ദാഹം തീർന്ന് സുഭിക്ഷമായി കുടിക്കുന്നവരോട് നരകത്തിന്റെ ചൂടിൽ ദാഹിച്ചലയുന്ന ആളുകൾ ചോദിക്കും, ഒരല്പം വെള്ളം ഞങ്ങൾക്കും തന്നുകൂടെ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അപ്പൊ സ്വർഗക്കാർ അവരോട് പറയുന്ന മറുപടിയുണ്ട്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സത്യനിഷേധികൾക്ക് ഇത് കുടിക്കാൻ തരാൻ പറ്റൂലല്ലോ, ഇത് ഹറാമാണ്, നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾക്ക് വിലക്കപ്പെട്ടതാണെന്ന് അവരോട് പറയുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് കഹ്ഫിൽ കാണാൻ പറ്റും, നരകത്തിന്റെ ചൂടിൽ അവർ ദാഹത്തിന് വേണ്ടി വെള്ളം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ലോഹങ്ങൾ ഉരുകിയതുപോലെയുള്ള അത്ര ചൂടുള്ള പാനീയങ്ങൾ നൽകപ്പെടുന്നതാണ്. യശ്വിൽ വുജൂഹ്. ആ വെള്ളം കുടിക്കാനെടുക്കുമ്പോൾ, കുടിക്കണതല്ല, കുടിക്കാൻ വേണ്ടി അത് മുഖത്തേക്ക് അടുക്കുമ്പോൾ മുഖം കരിഞ്ഞു പോകുമെന്നാണ്. നരകത്തിന്റെ ചൂടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല, മാത്രം കിട്ടുന്ന വെള്ളം അവിടെ മുഖങ്ങളെ കരിച്ചു കളയുന്ന വെള്ളമായിരിക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, നല്ല ചുട്ടുതിളക്കുന്ന പാനീയങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുക്കും, അവിടെ ആമാശയങ്ങൾ അതുകൊണ്ട് തകർന്നു പോകുമെന്നാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു നിഴലുകളെ കുറിച്ച്, തണലുകളെ കുറിച്ച് പറയുന്നു. സ്വർഗത്തിന്റെ തണലുകൾ, ആ തണലുകളെ കുറിച്ച്, തണലിന്റെ വില അറിയണമെങ്കിൽ വെയിലിന്റെ ചൂടറിയുമ്പോഴല്ലേ സുഹൃത്തുക്കളെ തണലിന്റെ വില അറിയാം. അതാണ് തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിക്കും. ജന്നത്തുൻ എന്ന് പറഞ്ഞ വാക്കന്നെ വളരെ പ്രതീകാത്മകമല്ലേ? ഒരു തോട്ടം എന്ന് പറയുമ്പോൾ അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട്, അരുവികൾ ഒഴുകുന്നുണ്ട്, അതിൽ മനോഹരമായ പുഷ്പങ്ങളുണ്ട്, അതിൽ പഴങ്ങളുണ്ട്, ഭക്ഷിക്കാനുള്ള പഴങ്ങളുണ്ട്, അതിൽ നിഴലുണ്ട്, തണലുണ്ട്, അതിൽ തണുപ്പുണ്ട്. സ്വർഗം എന്ന് പറയണ ഒരു വാക്കും തന്നെ സ്വർഗത്തിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. എന്നിട്ട് അവിടെ താഴ്വാരത്തിലെ നദികൾ ഒഴുകും. മാത്രമല്ല
അവർക്ക് പരിശുദ്ധകളാക്കപ്പെട്ട ഇണകളുണ്ട്. വനുദ്ഖിലുഹും ദില്ലൻ ദലീലാ, ആ സ്വർഗത്തിന്റെ തണലുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അത് നമുക്ക് ഓർമ്മ വരണം. അതിന്റെ അർത്ഥം ഈ ചൂടിന്റെ ഭൗതികമായ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടെന്നല്ല, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് കിട്ടുന്ന ആരോഗ്യപരമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. ഈ 11 മണിയും 4 മണിയുടെ ഇടയ്ക്കൊക്കെ കഴിയുകയാണെങ്കിൽ എന്താ പറയുക, ജീവിക്കാനൊക്കെ എന്തെങ്കിലും നിവർത്തിണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കലിന് നല്ലത്. വരുന്ന താക്കീതുകളൊക്കെ നമുക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്നതല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എപ്പോഴാണ് നമ്മുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടാൻ നമുക്കറിയുള്ളൂ. ഒരു 11 മണിന്റെയും 4 മണിന്റെ ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ്. അതേപോലെ നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും പറയും വെള്ളം കുടിക്കേണ്ട കാര്യം. വെള്ളം ലഭ്യമായ സ്ഥലത്ത് നമ്മൾ വെക്കണം. വെള്ളം നമുക്ക് തോന്നുമ്പോൾ വെള്ളം നമുക്ക് കിട്ടുന്നിടത്ത് വെള്ളം വേണം. അപ്പോഴാണ് നമ്മൾ വെള്ളം സൂക്ഷിച്ചു. വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് ധാരാളം ദോഷം ഈ സന്ദർഭത്തിലുണ്ട്. അത് കുടിക്കാൻ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബോധപൂർവം നമ്മൾ വെള്ളം കുടിപ്പിക്കണം. ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന കാരണങ്ങൾ ചെയ്യാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. അത് നമ്മളെപ്പോഴും ആലോചിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ളുഹ്ർ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളത് തണുപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇദസ്തൽ ഹർഫ അബ്രിദു ബിസ്വലാന്ന, നിസ്കാരത്തെ തണുപ്പിക്കാറാണ്. നിസ്കാരം തണുപ്പിക്കാൻ ഓരൊക്കെ നട്ടുച്ചക്കെന്നെ ഇടങ്ങാറായി പോകേണ്ട കാര്യമില്ല. കുറച്ച് വെയിലൊക്കെ ഒന്ന് അവിടെ മാറിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ജമാഅത്തൊക്കെ ഒന്ന് നീട്ടി വെക്കാം. 12:45 ആക്കണം എന്നില്ല, 1:30 2 മണിക്കോ 2:30 ഒരാളാക്കിയാലും അതുകൊണ്ട് കുഴപ്പമില്ല. അതിനൊക്കെ നമുക്ക് അനുമതി തന്നത് ചൂടിന്റെ സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാനാണ്. ഇത് ഹാദാ ദലീലു അലാ അന്ന ദീന യുറഹി അഹ്വാലൻ നാസ്, ജനങ്ങളുടെ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ട് ദീന്റെ നിയമങ്ങൾ അള്ളാഹു വെച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഇത്. അതേമാത്രം നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചൊക്കെ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതും ചൂടിന് ആശ്വാസം ലഭിക്കുന്നതുമായ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാം. അതൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടു. അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖവും കൈയൊക്കെ ഒന്ന് തണുപ്പിക്കാനും ഒന്ന് കഴുകും ഒക്കെ ചെയ്യാതെ. അതേമാതിരി നമ്മൾ വെള്ളം, കിണറുകൾ വറ്റിക്കിടക്കുക. ചിലർക്ക് വീട് ഒഴിഞ്ഞു പോവുകയാണ്, അവർക്കൊരു ടാങ്ക് വെള്ളം കിട്ടിയാൽ അവർക്ക് അവരുടെ വീട് താമസിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വെള്ളം തീർന്നിട്ടില്ലല്ലോ. വെള്ളം ഇങ്ങനെ ഉറവയായിട്ട് വരുന്നതാണ്. അപ്പൊ അയൽവാസിനോട് പറയാം, തൽക്കാലം എന്ത് ചെയ്യുക, 2 ദിവസം നീ വെള്ളം എടുത്തോ എന്ന് പറയാനൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അള്ളാഹു നമുക്ക് വെള്ളം തന്നാൽ അത് അഹ്സൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, നിനക്ക് അള്ളാഹ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ മറ്റുള്ളവർക്കും നന്മ ചെയ്യണം എന്ന് നമ്മൾ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, യാത്രക്കാര്, അതേപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ, അവയൊക്കെ നമ്മുടെ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. എന്താണ് ഈ സന്ദർഭത്തിൽ ഭൗതികമായ കാരണങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് നരകത്തുനിന്ന് മോചനം നേടാനുള്ള പ്രാർത്ഥന, റബ്ബന സ്രിഫാന ആദാബ ജഹന്നം ഇന്ന ആദാബ കാന ഹറാമ. ഇനി അതൊന്നുമില്ലെങ്കിൽ മനസ്സിൽ തട്ടി പഠിച്ചോനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഹൃദയത്തിൽ തട്ടി ഒന്ന് പറയാനെങ്കിലും, അസ്തജീറുക്കും മിനന്നാർ എന്ന് ഹൃദയത്തിൽ തട്ടി ഒന്ന് പറയാനെങ്കിലും ഈ ചൂട് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും നമ്മളെ ഒരു നിരക്കും ബാധിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. അള്ളാഹു പരീക്ഷണങ്ങളിൽ നിന്നും കഠിനമായ ചൂടിന്റെ കെടുതികളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തണം. വളരെ ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ആ ആത്മാർത്ഥതക്കുള്ള ഒരു പരിഗണന അള്ളാഹു ഏറ്റവും ശക്തമായ ചൂടും വെയിലും വിഷമങ്ങളുമായി സൂര്യൻ തലക്കുമീതെ നിൽക്കുന്ന പരലോകത്ത് ചില ആളുകൾ അള്ളാഹു പ്രത്യേകം പരിഗണിക്കും. അവർക്ക് പ്രത്യേകം നാട്ടിലെ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും അതേപോലെ തന്നെ ഉന്നതന്മാർക്കുമൊക്കെ ചില പരിഗണനകൾ ചില പ്രയാസഘട്ടങ്ങളിൽ ഉണ്ടാവുമല്ലോ. എന്നാൽ പരലോകത്തെ പരിഗണന നമ്മുടെ കർമ്മങ്ങൾ, ആത്മാർത്ഥമായ എന്തെങ്കിലും കർമ്മങ്ങൾ. ഒന്നെന്താണ്? അൽ ഇമാമുൽ ആദിൽ, അധികാരമുണ്ടായിട്ടും അനീതി ചെയ്യാത്തവർ. അധികാരങ്ങൾക്ക് ആളുകൾ ശ്രമിക്കണമെന്തിനാരങ്ങൾ ആ അധികാരങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ അധികാരങ്ങൾ ഉണ്ടായിട്ടും നീതി കാണിക്കുന്ന ആൾ. പിന്നെ വശാബുൻ നശഫി ഇബാദത്തി റബ്ബി, നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പിലും അള്ളാനെ പേടിച്ച് അള്ളാനെ ആരാധിച്ച് ജീവിതത്തിൽ ചെറുപ്പം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ബന്ധപ്പെടും. വിശ്വാസികൾ ലോറ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അസ്ർ ജമാഅത്ത് എവിടുന്ന കിട്ടുക, അസ്ർ കഴിഞ്ഞാൽ മഗ്‌രിബിക്ക് ഇനി എവിടെ പള്ളി കയറുക എന്ന് ചിന്തിക്കുന്നവരാണ് ശരിക്കും മനസ്സിൽ ഈമാനുള്ള ഒരാൾ. അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു അവിടെ തണൽ കൊടുക്കും. റജുലാനി തഹാബ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ വിഷയത്തിൽ വേർപിരിയേണ്ടി വന്നാൽ വേർപിരിയുകയും ചെയ്യുന്ന ആൾ. ഇതൊക്കെ അല്പം മനസ്സുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റജുലുൻ ത്വലബത്തു ഹുംറത്തുൻ ദാത്തു മൻസ്, ഒരു ഭംഗിയുള്ള തറവാടിയായ ഒരു സ്ത്രീ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടും അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് അതിന് പിന്തിരിയുന്ന ഒരു വ്യക്തി. നമുക്കൊരു ചീത്ത രംഗം ആസ്വദിക്കാൻ അവസരമുണ്ടായിട്ടും മറ്റാരും കാണാനില്ലാതിരുന്നിട്ടും
അവസരങ്ങൾ മുന്നിൽ സ്വകാര്യമായി വന്നിട്ട് വേണ്ട എന്ന് വെക്കാളൊരു മനസ്സുണ്ടല്ലോ, അതിനവിടെ പ്രത്യേകം അവിടെ ഒരു തണല് കിട്ടാൻ ഒരു പരിഗണന ഉണ്ട് എന്നാണ്. പിന്നെ വർജുലും തസദ്ദഖ, സ്വതക്ക കൊടുക്കുക, വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാതെ കൊടുക്കുന്ന ദാനം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവിടെ ആ വെയിലത്ത് നമുക്കൊരു തടൽ തരും, ഒരു നിഴൽ തരും എന്നാണ്. വറജുലും ദക്കറല്ലാഹു ഖാലിയൻ ഫവാൽതൈൻ, ആൾക്കാരെ കാണിക്കാനല്ല, ഒറ്റക്കിരുന്ന് കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് കരഞ്ഞ ഒരു മനസ്സുണ്ടല്ലോ, ഭക്തിയുടെ മനസ്സ്. അവിടെ അള്ളാഹു ആ വെയിലത്ത് സബഅത്തുൻ യുളില്ലുഹുമു അല്ലാഹു ഫി ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹു മാത്രം തണൽ നൽകുന്ന, അള്ളാന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ലോകത്ത് ഇത്തരം നന്മകൾക്കൊക്കെ നമുക്ക് തണൽ നൽകാനും നമ്മളെ സംരക്ഷിക്കാനും പറ്റുമെന്നാണ്. അപ്പൊ അതിന്റെ ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാക്കണമല്ലോ എന്ന് ചിന്തിക്കാൻ ഈ വെയിലിന്റെ ചൂട് നമുക്ക് പ്രചോദനവും പ്രേരണയും നൽകേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ വിപത്തുക്കളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. എല്ലാ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുക. ഈ ചൂടിന് ആശ്വാസം നൽകുന്ന വിശാലമായ മഴയെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ അഗീത്നാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗീത്നാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ സമൃദ്ധമായ മഴയെ ഞങ്ങൾക്ക് നീ നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരികയും സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണം റഹ്മാനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ